ഭരണഘടന അനുസരിച്ച് തനിക്ക് വിളിക്കാൻ അവകാശമുണ്ട് എന്നാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പറയുന്നത്. തനിക്ക് അധികാരമുണ്ട്. അത് കുറച്ച് വിനയപ്പെട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഭരണഘടനയെക്കുറിച്ചുള്ള തൻ്റെ ചെറിയ അറിവ് വെച്ച് അധികാരമുണ്ട് എന്നാണ്. എന്തിനാ അധികാരം? DGPയെ ഗവൺമെൻറ് അറിയാതെ വിളിച്ചു വരുത്താൻ അധികാരമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഉദ്യോഗസ്ഥരെ ലോ ഭവനിലേക്ക് വിളിച്ചു വരുത്തുവാൻ എന്നുള്ള മുഖ്യ നിലപാട് തള്ളിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാട് ഗവർണർ അറിയിച്ചിരിക്കുന്നത്. നമുക്കിതിൻ്റെ ശരി തെറ്റുകൾ അറിയില്ല, ഭരണഘടന വിദഗ്ധരല്ല നമ്മൾ. എന്തായാലും അറിയിച്ചുകൊണ്ടേ വിളിക്കാവൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പക്ഷെ അറിയിക്കാതെയും വിളിച്ചിരിക്കുന്നു. ഉദ്യോഗസ്ഥരെ ലോക് ഭവനിലേക്ക് വിളിച്ചു വരുത്തരുതെന്ന മുഖ്യമന്ത്രി നിലപാട് തള്ളിക്കൊണ്ടാണ് രാജേന്ദ്ര ആർലേക്കർ രംഗത്ത് വന്നിരിക്കുന്നത്. ഭരണഘടനയെക്കുറിച്ചുള്ള തൻ്റെ ചെറിയ അറിവ് വെച്ച് തനിക്ക് അതിനുള്ള അധികാരമുണ്ടെന്നാണ് കരുതുന്നതെന്ന് അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അതായത് ഉദ്യോഗസ്ഥന്മാരെ ലോക് ഭവനിലേക്ക് വിളിച്ചു വരുത്തരുതെന്ന മുഖ്യമന്ത്രി നിലപാട് തള്ളിക്കൊണ്ടാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ രംഗത്ത് വന്നിരിക്കുന്നത്. ഭരണഘടനയെക്കുറിച്ചുള്ള തൻ്റെ ചെറിയ അറിവ് വെച്ച് തനിക്ക് അതിനുള്ള അധികാരം ഉണ്ടെന്നാണ് കരുതുന്നതെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. സർക്കാരിന് ഗവർണർ എന്ന ഭരണഘടനാ സ്ഥാപനത്തോട് സൗഹാർദ്ദ ബന്ധമായിരിക്കണം, ഉറപ്പായിട്ടും അങ്ങനെ ആയിരിക്കണം. ഗവർണർ എന്ന പദവിയെ ആദരവോടെ തന്നെയാണ് കാണേണ്ടത്. പക്ഷേ സർവകലാശാലകളെ സർക്കാരിൻ്റെ പരിധിക്ക് പുറത്ത് നിർത്തി ഗവർണർമാരെ ഏൽപ്പിച്ചതെന്നും പറയുന്നു. അതുപോലെ അതേ സൂചിപ്പിച്ചു. മോഹൻ കുന്നുമ്മൽ RSS പരിപാടിയിൽ പങ്കെടുത്തതിനെതിരെ സർക്കാർ നിലപാടും ഗവർണർ തള്ളി. VC-മാർ ഏതെങ്കിലും നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ സർക്കാർ വന്ന് തന്നോട് പറയട്ടെ, അപ്പോൾ താൻ മറുപടി നൽകാമെന്നും രാജേന്ദ്ര ആർലേക്കർ പറഞ്ഞു. എന്തായാലും ഗവർണർ പോര് ആരിഫ് ഖാൻ പിണറായി വിജയൻ പോര് പോലെ കടുകട്ടി പോരിലേക്ക് പോകുന്നില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കുട്ടനാട് മുട്ടനാട് എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ ഉരസുന്നുണ്ട്. ഇപ്പോൾ ഉരസിയിരിക്കുന്നത് DGPയെ രാജേന്ദ്ര ആർലേക്കർ ഗവർണർ വിളിച്ചു വരുത്തിയതിലാണ് ഇപ്പോഴുള്ള ആക്ഷേപം വന്നിരിക്കുന്നത്. എന്തായാലും ഇത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നറിയില്ല. കേന്ദ്രം ഭരിക്കുന്നത് ഒരു പാർട്ടി, കേരളം ഭരിക്കുന്ന മറ്റൊരു പാർട്ടി ആകുമ്പോൾ ജസ്റ്റിസ് സദാശിവം വരെ നമ്മൾ വലിയ പ്രശ്നമില്ലാതെ അങ്ങനെ അങ്ങ് പോയി. ജസ്റ്റിസ് സദാശിവത്തെക്കുറിച്ച് തൈര് സാധം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിരുന്നെങ്കിലും അദ്ദേഹം വരെ വലിയ പ്രശ്നമില്ലാതെ പോയി. അതിനുശേഷം പ്രശ്നങ്ങളുടെ പരമ്പരയാണ്. ആരിഫ് ഖാൻ ആണെങ്കിൽ പ്രശ്നാധിഷ്ഠിത രാഷ്ട്രീയം തന്നെയായിരുന്നു പുള്ളിയുടേത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രാജേന്ദ്ര ആർലേക്കർ വരുമ്പോൾ മുട്ടും ഉരസും, സ്നേഹമാകും, സൗഹൃദമാകും, വീണ്ടും മുട്ടും ഉരസും, ഇങ്ങനെ തല്ലിയും തലോടിയും ഇങ്ങനെ ഗവർണർ കാലം കഴിക്കുന്നു.